ഹായ് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജനുവരി 25-ലെ കറണ്ട് അഫയേഴ്സാണ്. വെറുമൊരു ദിവസമല്ലട്ടോ ഇത്. പരീക്ഷ എഴുതുന്നവർക്ക് ഇതൊരു ജാക്ക്പോട്ട് ദിവസമാണ്. ശരിക്കും എന്തോരം ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ ദിവസത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതെന്നോ. അപ്പോട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ് ഈ ജാനുവരി 25-ന് ഇത്ര പ്രത്യേകത? വെറുതെയാണോ ഞാനിതിനെ ഒരു സ്വർണ്ണ ഖനി എന്നൊക്കെ പറഞ്ഞത്? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, എന്തായിരിക്കും കാരണം? ഒരു കാരണമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അതാണ് രസം. ഇതാണ് ഉത്തരം. ജനുവരി 25-ന് ഒരു പ്രത്യേകതയല്ല, രണ്ടെണ്ണമാണ്. ഒന്നാമത്തേത് ദേശീയ സമ്മതിദായക ദിനം, അതായത് നമ്മുടെ നാഷണൽ വോട്ടേഴ്സ് ഡേ. രണ്ടാമത്തേത് ദേശീയ വിനോദസഞ്ചാര ദിനം, നാഷണൽ ടൂറിസം ഡേ. എങ്ങനെയുണ്ട്? ഒരൊറ്റ ദിവസം രണ്ട് ഉറപ്പുള്ള പോയിന്റുകൾ. ഇത് മിസ്സാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നാഷണൽ ലെവലിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഡൽഹിയിൽ നിന്നുള്ള പ്രധാന വാർത്തകളിലേക്ക് പോകാം. റെഡിയല്ലേ? ഈ വർഷം നോക്കിക്കേ, 1950. എന്തായി 1950 ജാനുവരി 25-ന്റെ പ്രത്യേകത? ഹിസ്റ്ററി പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ നോക്കിക്കേ. ഞാനൊരു ക്ലൂ തരാം. നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ തൊട്ടു തലേ ദിവസം ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഈ ദിവസമാണ് നിലവിൽ വന്നത്. കിട്ടിയോ? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണേ, ശ്രദ്ധിക്കണേ. അതെ, കറക്റ്റ്. 1950 ജനുവരി 25-നാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകൃതമായത്. ആ ഒരു ചരിത്ര ദിവസത്തിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ എല്ലാ വർഷവും ഈ ദിവസം നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ആ കണക്ഷൻ ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു സംഭവമാണ് ഓരോ വർഷത്തെയും തീം. ഇത് വിട്ടുകളയരുത്. 2026-ലെ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം ഇതാണ്: ജനാധിപത്യത്തിന്റെ ശക്തി, ഓരോ വോട്ടും വിലപ്പെട്ടത്. ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചോ, സ്റ്റാർ ഇട്ട് വെച്ചോ. തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്, ഉറപ്പ്. അടുത്തത് ഒരു അടിപൊളി സംഭവമാണ്. നമ്മളൊക്കെ ക്രിക്കറ്റ് മാച്ച് ലൈവായിട്ട് കാണാറില്ലേ? അതേപോലെ ഇനി കോടതിയിലെ വാദം കേൾക്കലും ലൈവായിട്ട് കാണാം. സുപ്രീം കോടതിയുടെ നടപടികളൊക്കെ വീട്ടിലിരുന്ന് കാണാൻ പറ്റും. അതിനുവേണ്ടി സുപ്രീം കോടതി തുടങ്ങിയ പുതിയ പ്ലാറ്റ്ഫോമാണ് ജസ്റ്റിസ് ലൈവ്. പേര് മറക്കേണ്ട, ജസ്റ്റിസ് ലൈവ്. എളുപ്പമുള്ള പേരല്ലേ? അപ്പോൾ എന്താണ് ഈ ജസ്റ്റിസ് ലൈവ് കൊണ്ടുള്ള ഗുണം? ഒന്നാമത്തെ കാര്യം ട്രാൻസ്പെറൻസി, അതായത് പൂർണ്ണമായ സുതാര്യത. കോടതിയിൽ എന്ത് നടക്കുന്നു എന്ന് ആർക്കും കാണാം. രണ്ടാമതായി, സാധാരണക്കാർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. പിന്നെ നിയമം പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു ലൈവ് ക്ലാസ് റൂം പോലെയാണ്. ഇതൊക്കെ കാരണം സ്വാഭാവികമായും ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം കൂടും. ഓർക്കേണ്ട ഒരു കാര്യം, ഗവേണൻസ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നാൽ ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആക്സസ് ടു ജസ്റ്റിസിന്റെ ഒരു പുതിയ മുഖമാണിത്. ഓക്കെ, അപ്പോൾ നാഷണൽ ന്യൂസ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക്, കേരളത്തിലേക്ക് വരാം. ഇവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നോക്കാം. പ്രത്യേകിച്ച് കേരള PSC എഴുതുന്നവർ ചെവി കൂർപ്പിച്ച് കേട്ടോളൂ. ആദ്യം തന്നെ സാഹിത്യത്തിൽ നിന്ന് തുടങ്ങാം. 2025-ലെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം. മികച്ച നോവൽ പ്രമോദ് രാമന്റെ കടലിന്റെ മക്കൾ, മികച്ച കവിത PP രാമചന്ദ്രന്റെ മഴയുടെ വിചാരം. ഈ രണ്ട് പേരുകളും കൃതികളും എഴുത്തുകാരും ബൈ ഹാർട്ട് ചെയ്തോ? ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി പറയാൻ പോണത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഇൻ ഇന്ത്യ പൂർണ്ണമായും സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് അംഗൻവാടി. അതെവിടെയാണെന്നറിയാവോ? നമ്മുടെ കേരളത്തിൽ. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് 3 ചോദ്യങ്ങൾ വരാം. 1, എവിടെയാണിത്? ഉത്തരം തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ. 2, ഊർജം എവിടെ നിന്ന്? ഉത്തരം 100% സോളാർ. 3, ഇതിന്റെ പ്രാധാന്യമെന്ത്? ഉത്തരം ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു കിടിലൻ മോഡലാണ്. ഇതിൽ ആ സ്ഥലം വഞ്ചിയൂർ, മറന്നുപോകരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇനി നമുക്ക് സ്പോർട്സിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും വലിയ കായിക ബഹുമതി ഏതാണ്? അതെ, GV രാജപുരസ്കാരം. അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് അവാർഡെന്ന് നോക്കാം. പുരുഷ വിഭാഗത്തിൽ അത്ലീറ്റ് മുഹമ്മദ് അനസിനാണ്. വനിതാ വിഭാഗത്തിൽ ഹൈജമ്പ് താരം ജിക്കി ദാത്യുവിനും. മുഹമ്മദ് അനസ് അത്ലറ്റിക്സ്, ജിക്കി ദാത്യോ ഹൈജമ്പ്. ഈ പേരുകളും അവരുടെ ഇനങ്ങളും മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ ചോദിക്കാം. ഓക്കെ, കേരളത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് ഇന്ത്യയുടെ ഗ്ലോബൽ സ്റ്റേജിലെ പ്രകടനം എങ്ങനെയാണെന്ന് നോക്കാം. ലോകവേദിയിൽ ഇന്ത്യയുടെ പ്രധാന ചുവടുവെപ്പുകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഇന്റർനാഷണൽ ന്യൂസിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ മീറ്റിംഗ്. എല്ലാ വർഷവും നടക്കാറുള്ളതാണ്. അത് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ച് കഴിഞ്ഞു. ലോകത്തെ വലിയ വലിയ നേതാക്കളൊക്കെ അവിടെ കൂടും. ഇന്ത്യയുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചയാവും. അപ്പോൾ ആ മീറ്റിംഗ് നടന്ന സ്ഥലമൊന്ന് ഓർത്തു വെച്ചേക്കുക, ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. ഇനി സ്പേസിൽ നിന്നൊരു ബിഗ് ന്യൂസ്. നമ്മുടെ അടുത്ത ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ 4
അതിൽ ഇന്ത്യയ്ക്കൊരു പാർട്ട്ണറുണ്ട്. ആരാണെന്നറിയോ? ജപ്പാൻ. അപ്പോൾ ഇസ്രോയുടെ കൂടെ ജപ്പാന്റെ സ്പേസ് ഏജൻസിയായ ജാക്സയും ഉണ്ടാകും. ഇതൊരു വലിയ സഹകരണമാണ്. ഇന്ത്യ-ജപ്പാൻ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോ നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. എല്ലാം ഓർമ്മയുണ്ടോയെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? ഒരു റാപ്പിഡ് ഫയർ റൗണ്ട്. ഞാൻ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറയണം. റെഡിയല്ലേ? ലെറ്റ്സ് ഗോ! ഒന്നാമത്തെ ചോദ്യം, 2026 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? കറക്റ്റ്. ഓരോ വോട്ടും വിലപ്പെട്ടത്. മുഴുവനായി പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ശക്തി, ഓരോ വോട്ടും വിലപ്പെട്ടത്. കിട്ടിയില്ലേ? രണ്ടാമത്തെ ചോദ്യം, 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവൽ ഏതാണ്? അതെ, കടലിന്റെ മക്കൾ. എഴുതിയത് പ്രമോദ് രാമൻ. വെരി ഗുഡ്. ഓക്കേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സുപ്രീം കോടതിയുടെ ലൈവ് സ്ട്രീം പ്ലാറ്റ്ഫോമിന്റെ പേരെന്താ? യെസ്, ജസ്റ്റിസ് ലൈവ്. സിമ്പിൾ അല്ലേ? എല്ലാവർക്കും 3 ഉത്തരവും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. കണ്ടില്ലേ, ഒരൊറ്റ ദിവസത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എത്ര കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ഇന്ന് പഠിച്ചതിൽ നിന്ന് നിങ്ങളോട് മറക്കരുത് എന്ന് ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു? ജനുവരി 25 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഓടി വരുന്ന ആ ഒരൊറ്റ പോയിന്റ് ഏതായിരിക്കും? അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നന്നായി പഠിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.